ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ ഹോസ്റ്റൽ ഹണ്ടിങ് ഡേ 2 ആണ് കേട്ടോ. ഡേ 1 അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, നമുക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഹോസ്റ്റൽ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ സാധനം കൂടി പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ചെറിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഹോസ്റ്റലിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പോകുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാവും. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഡ്രസ്സ് വാരി വലിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ ഇടും എന്ന് ഉറപ്പുള്ള ഡ്രസ്സുകൾ ഒന്ന് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമേ കൊണ്ടുപോകൂ. അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണോ അതിരിക്കാറ് അതേപോലെ അവിടെ ഇരിക്കേണ്ടി വരും. അവിടെ ആണെങ്കിൽ അങ്ങനെ വെറുതെ കളയാൻ സ്പേസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു റൂം ആയിരിക്കില്ലേ. അപ്പോൾ ഡ്രസ്സിന്റെ കാര്യം അങ്ങനെ. അത് കഴിഞ്ഞ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്രഷ് വെക്കുന്ന സാധനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ബാത്റൂമിലൊക്കെ നമ്മുടെ ബ്രഷൊക്കെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ക്ലോസറ്റ് തുറന്നിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ രാത്രി മൊത്തം ഇതിങ്ങനെ ഫുൾ എയറിൽ ഇങ്ങനെ ആകുമ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് വീട്ടിലും ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ വിലയുള്ളൂ, എന്തോ 60 രൂപയോ 70 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും മേടിച്ച് ഉപയോഗിക്കണം. പിന്നെ മാക്സിമം സോപ്പിന് പകരം ബോഡി ലോഷൻസ് ഉപയോഗിക്കാൻ നോക്കുക. കാരണം സോപ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ബാഗിൽ വെക്കാനോ അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കാനോ ഒന്നും പറ്റില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് നാശമായി പോകും, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ബാഗുകളായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഗിയറിൻ്റെ ബാഗ് ഞാൻ +1 എന്തോ മേടിച്ചാണ്. അപ്പോൾ ആ ഒരു ബാഗും പിന്നെ എൻ്റെ ആ റക്സാക്ക് ബാഗ് ഞാൻ മണാലിക്ക് പോയപ്പോൾ മേടിച്ച് ആ ബാഗുമാണ് എടുക്കുന്നത്. ഇന്ന് തന്നെ പാക്ക് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് കാലിക്കറ്റ് പോകണം കേട്ടോ. അതുകൊണ്ട് പെട്ടെന്നാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. നമുക്ക് തീരെ ടൈം കിട്ടിയിട്ടില്ല. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാനായപ്പോഴേക്കും അമ്മ സേമിയ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സേമിയ പായസമാണ്. അപ്പോൾ ഞാൻ ഇന്നാണ് രാവിലെ പറയുന്നത്, പെട്ടെന്ന് നമുക്കിങ്ങനെ പോകാം, ഒരു ഹോസ്റ്റൽ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് പായസം ഉണ്ടാക്കി നമുക്ക് തന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പോണോ അങ്ങനെ ഒരു സങ്കടം വന്നു അത് കണ്ടു. അങ്ങനെ പാക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയണം, കാരണം ഞാൻ കുറച്ച് ഇന്നേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാതെ പോകേണ്ടി വരുമോ എന്നൊക്കെ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ കറക്റ്റ് ടൈമിൽ വന്നു. അപ്പോൾ അതും മേടിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് നേരെ കാലിക്കറ്റിലോട്ട് വിട്ടു. ഞാൻ കുറേ നോക്കി, പക്ഷെ നല്ല ഹോസ്റ്റലുകളൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ഹോസ്റ്റൽ സജസ്റ്റ് ചെയ്ത് തന്നത് റയാൻ എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. എലാൻസിൽ പഠിക്കുന്നതാണ്. ഞാനിപ്പോൾ സ്റ്റോറി ഇട്ടപ്പോൾ പറഞ്ഞു തന്നു. ഈ ഒരു ഹോസ്റ്റൽ വരുന്നത് ജസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ നമുക്ക് എലാൻസിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആലയം എന്നാണ് പേര്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയി അവിടുത്തെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു. 5000 റുപ്പീസാണ് ആയത്, ഒരു മന്തിലെ റെൻറ്റും പിന്നെ അവിടുത്തെ അഡ്മിഷൻ ഫീസും കൂടി. റൂമൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റാണ്. ഞാൻ ആദ്യം കണ്ടതിനേക്കാൾ നീറ്റാണ്. ബാത്റൂമൊക്കെ സെറ്റാണ്. പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആണല്ലോ ഈ മഴക്കാലത്ത് പോയി വരാനൊക്കെ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നല്ലൊരു ബെഡ് മേടിക്കണം, പില്ലോ മേടിക്കണം. അതിന് നമ്മൾ SM സ്ട്രീറ്റിലേക്കാണ് വന്നത്. ഈ SM സ്ട്രീറ്റിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഒന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ വണ്ടി കൊണ്ടുപോയി പേ പാർക്കിങ്ങിൽ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു ചായക്കടയിൽ കയറി. എന്നിട്ട് ഒരു കട്ട്ലേറ്റും ചായയും കുടിച്ചു. കട്ട്ലേറ്റൊക്കെ ചത്ത് മരവിച്ച് എന്നോ ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒക്കെ കഴിച്ച് ഒരു ബെഡിൻ്റെ കട കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 3 ഫോൾഡിങ് ബെഡും പില്ലോയും ബെഡ്ഷീറ്റും മേടിച്ചു. എല്ലാത്തിനും കൂടി 2300 രൂപയാണ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പൈസ അടച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കാരണം ക്ലാസ്സിന് മറ്റന്നാളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ രാവിലെ ബസ്സിന് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. തിരിച്ചു വരുന്ന വഴിക്ക് ഡോപ്പയുടെ ആണെന്ന് തോന്നുന്നു ഒരു അടിപൊളി സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഈ നീറ്റിൻ്റെ ഒക്കെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിനൊക്കെ എനിക്ക് ആക്ച്വലി ഇവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഇവരൊക്കെ അത്രയും സമയം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ആയിരുന്നു. മേ ബി 1-2 കൊല്ലാവില്ല, 3-4 കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അങ്ങനെ നീറ്റിനോ ജെയ്ക്കോ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. കാരണം അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ടാവും. ഇവരിപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മൊണ്ണടിച്ച് നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇവരൊക്കെ ആക്ച്വലി വലിയ നിലയിലെത്തും. അപ്പോൾ അങ്ങനെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. പക്ഷെ അപ്പോഴേക്കും മഴ പെയ്തു. എന്തോ ഒരു മഴയാണ്, നമ്മുടെയൊക്കെ മൂഡ് സ്വിങ്സ് പോലെയാണ് ഇപ്പോഴത്തെ മഴ. അപ്പോൾ ഏതായാലും നമ്മളൊരു ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.